നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം കടുക്കുകയാണ്. ആഴ്സണൽ മുന്നിലായിരുന്നു, നേരത്തെ തന്നെ മുന്നിലാണ്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ ദിവസം ലീഡ്സ് യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചതോടെ ഒന്നാമത് നിൽക്കുന്ന ആഴ്സണലും രണ്ടാമത് നിൽക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ വെറും 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലേക്ക് മാത്രമായിട്ട് എത്തിയിരിക്കുകയാണ്. 28 കളികളിൽ നിന്ന് ആഴ്സണലിന് 61 പോയിൻ്റ് ആണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 59 പോയിൻ്റായി. ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡിനെതിരെ അവരുടെ സമന്യോ അടിച്ച ഗോളിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചത്. അത് പ്രത്യേകിച്ചും ആ കളിക്കൊരു പ്രാധാന്യം ഉണ്ടായിരുന്നത് അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ എർലിംഗ് ഹാലൻഡ് ആ കളി കളിച്ചിരുന്നില്ല. അയാൾ പരിക്ക് കാരണം പുറത്തായിരുന്നു. ആ നിലയിൽ നിന്ന് യഥാർത്ഥത്തിൽ ലീഡ്സ് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ലീഡ്സ് ഗംഭീരമായി കളിക്കുകയും നിരന്തരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾമുഖത്ത് ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇഞ്ചുറി സമയത്ത് ഫസ്റ്റ് ഹാഫിൻ്റെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് സെമന്യോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോളടിക്കുകയും പിന്നീട് രണ്ടാം പകുതിയിൽ ലീഡ്സ് എത്ര ശ്രമിച്ചിട്ടും ഇവരുടെ പ്രതിരോധത്തെ തകർക്കാൻ കഴിഞ്ഞില്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ. അങ്ങനെ അവർക്ക് ഗോൾ തിരിച്ചടിക്കാമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല. അങ്ങനെ അതുവഴി സെമന്യോ യഥാർത്ഥത്തിൽ ഹാളണ്ട് ഇല്ലാത്ത മാഞ്ചസ്റ്റർ സിറ്റിക്ക് സെമന്യോ വലിയ അനുഗ്രഹമായി മാറുകയാണ്. സെമന്യോ യഥാർത്ഥത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്, കളിയെ നന്നായി പരുവപ്പെടുത്തി എടുക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട്. എന്തായാലും ആഴ്സണലുമായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം അത് തുടരുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ കിരീട പോരാട്ടം മുന്നേറുന്നു. ആഴ്സണലാണോ മാഞ്ചസ്റ്റർ സിറ്റി ആണോ അവസാന ചിരിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും കളികളെല്ലാം ഗംഭീരമാവും, ആരും മിസ് ചെയ്യരുത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ശരിയായ വിധം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഓരോ കളിയും ഇനി പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആഴ്സണലിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ഈ 2 ടീമുകളുടെയും കളികളൊന്നും മിസ് ചെയ്യാതിരിക്കുക.